നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ഭരണമാറ്റങ്ങൾക്കും അതോടൊപ്പം തന്നെ പാർട്ടി തകർച്ചകൾക്കും പിന്നാലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമെതിരെയുള്ള നിയമപരമായിട്ടുള്ള നീക്കങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 10 വർഷത്തെ തുടർച്ചയായിട്ടുള്ള ഭരണകാലയളവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ ഉയർന്നു വന്ന വിവിധ അഴിമതി ആരോപണങ്ങളും പരാതികളും കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ വീണ്ടും പൊടിതട്ടിയെടുക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം. ശക്തമായ ഭരണാധികാരവും പാർട്ടിയിലെ അപ്രമാദിത്വവും ഉപയോഗിച്ചുകൊണ്ട് ദീർഘകാലം കേരളം ഭരിച്ച ഒരു നേതാവ് ഒടുവിൽ ഭരണസ്വാധീന നഷ്ടവും നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളും കാരണം രാഷ്ട്രീയമായി ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. ചരിത്രത്തിൽ സമാനമായ രീതിയിൽ അധികാരത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുകയും പിന്നീട് കനത്ത തിരിച്ചടികൾ നേരിടുകയും ചെയ്ത ആഗോള ദേശീയ നേതാക്കളുടെ നിരയിലേക്ക് പിണറായി വിജയന്റെ പേരും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്കാണ് നിലവിലെ സംഭവ വികാസങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുന്നത്. അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്കുണ്ടായ വമ്പിച്ച പരാജയത്തിന്റെ പ്രധാന ഉത്തരവാദിത്വം അത് പിണറായി വിജയന്റെ ഭരണശൈലിക്കും അദ്ദേഹം നേരിട്ട അഴിമതി ആരോപണങ്ങൾക്കുമാണെന്ന വിലയിരുത്തൽ CPM-നുള്ളിൽ പോലും ഇപ്പോൾ പരസ്യമായി ഉയർന്നു വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ പാർട്ടിക്കുള്ളിൽ പൂർണ്ണ പിന്തുണ ലഭിച്ചിരുന്ന നേതാവിന് കനത്ത തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ശേഷം ചില മുതിർന്ന നേതാക്കൾ ഒഴികെ ബാക്കി ഭൂരിപക്ഷം വരുന്ന അണികളിൽ നിന്നും കമ്മിറ്റികളിൽ നിന്നുമൊക്കെ തന്നെ കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. ഈ ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ നേരിട്ട് ബാധിക്കുന്ന നിയമ നടപടികൾ ഇപ്പോൾ കൂടുതൽ കർശനമാകുന്നത്. ഇത് പാർട്ടിയുടെ പ്രതിച്ഛായയെ വരും ദിവസങ്ങളിൽ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും ഇടതുപക്ഷ ക്യാമ്പുകളിൽ ഇപ്പോൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മുഖ്യ പ്രതിസ്ഥാനത്തുള്ള മാസപ്പടി വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണം അതിപ്പോൾ പിണറായി വിജയനിലേക്ക് നേരിട്ട് നീളുന്നതായിട്ടാണ് പുറത്തു വരുന്ന സൂചനകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. കാരണം മുഖ്യമന്ത്രി പദവിയിലിരുന്ന കാലയളവിൽ തൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് കരിമണൽ കമ്പനിയിൽ നിന്നും മകളുടെ സ്ഥാപനത്തിലേക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്ന പരാതിയിലാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മുൻ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനുള്ള പ്രാരംഭ നിയമ നടപടികളിലേക്ക് കേന്ദ്ര ഏജൻസികൾ കടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഭരണകാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും സ്വാധീനമുള്ള പദവികൾ കൈകാര്യം ചെയ്തിരുന്ന പ്രമുഖ വ്യക്തികളിലേക്കും ED തങ്ങളുടെ അന്വേഷണ പരിധി വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മാസപ്പടി കേസിന് പുറമെ ഭരണകാലത്ത് രാഷ്ട്രീയ സ്വാധീനവും താല്പര്യങ്ങളും ഒക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ട് സർക്കാർ പൂഴ്ത്തിവെച്ചുവെന്ന് പ്രതിപക്ഷം നിരന്തരം ആരോപിച്ചിരുന്ന പല ഫയലുകളും പുനരന്വേഷണത്തിനായിട്ട് തുറക്കുന്നതാണ് മുൻ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിൻ്റെ താല്പര്യപ്രകാരം നിയമ നടപടികളിൽ നിന്നും മുൻപ് സംരക്ഷണം നൽകിയിരുന്ന പല കേസുകളും ഇപ്പോൾ പൊതുസമൂഹത്തിലും കോടതികളിലും വീണ്ടും ചർച്ചയായി വരികയാണ്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കോൺഗ്രസ് നേതാവായ R ചന്ദ്രശേഖരനെതിരെയുള്ള പ്രോസിക്യൂഷൻ നടപടികൾ അന്ന് മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം തടഞ്ഞുവെച്ച സംഭവമാണ്. ഇത്തരം രാഷ്ട്രീയ ഇടപെടലുകൾ ഓരോന്നായിട്ട് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ മുൻ ഭരണകൂടത്തിൻ്റെ സുതാര്യതയെ തന്നെ പൂർണ്ണമായിട്ടും ചോദ്യം ചെയ്യുന്നതാണ്. കാരണം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ അന്നത്തെ പ്രതിപക്ഷം നിയമസഭയ്ക്കുള്ളിലും പുറത്തും ഉന്നയിച്ച കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകളും ക്രമക്കേടുകളുമാണ് ഇപ്പോൾ വിവിധ ഏജൻസികളുടെ പരിഗണനയിലേക്ക് എത്തിച്ചേരുന്നത്. കേരളത്തെ പിടിച്ചുകുലുക്കിയ ലാവ്ലിൻ കേസ്, പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ്, ഓക്കി ദുരന്ത നിവാരണ ഫണ്ടിലെ ക്രമക്കേടുകൾ, അതുപോലെ K-ഫോൺ പദ്ധതിയിലെ അഴിമതികൾ, ബാർ ക്വാറി ലൈസൻസുകൾ അനുവദിച്ചതിലെ സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ സ്പ്രിംഗ്ലർ ഡാറ്റ കൈമാറ്റ വിവാദം, ലൈഫ് മിഷൻ ഭവന നിർമ്മാണ പദ്ധതിയിലെ കമ്മീഷൻ ഇടപാടുകൾ, പമ്പയിലെ മണൽവാരൽ തട്ടിപ്പ്, ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിലെ ധൂർത്ത്, സർവകലാശാലകളിലെ മാർക്ക് ദാനവും ബന്ധു നിയമനങ്ങളും, PSC പരീക്ഷാ തട്ടിപ്പുകൾ, സ്വർണ്ണക്കടത്ത് കേസ്, ശബരിമലയിലെ സ്വർണ്ണശേഖരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ലോക കേരള സഭയുടെ നടത്തിപ്പിലെ സാമ്പത്തിക ക്രമക്കേടുകൾ എന്നിവയെല്ലാം തന്നെ പിണറായി വിജയന്റെ പേരുമായി ചേർത്ത് വീണ്ടും സജീവമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ മുൻകാല പരാതികളിൽ ഭൂരിഭാഗവും കൃത്യമായ തെളിവുകളുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ പുനരന്വേഷിച്ചാൽ മുൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും വലിയ രീതിയിലുള്ള നിയമ നടപടികൾക്കും തടവ് ശിക്ഷ ഉൾപ്പെടെയുള്ള കടുത്ത പ്രതിസന്ധികൾക്കും ഇരയാകേണ്ടി വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇവിടെ വിലയിരുത്തുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പുറമെ CBI, ആദായ നികുതി വകുപ്പ്, കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം, സംസ്ഥാന വിജിലൻസ് വകുപ്പ് തുടങ്ങിയ വിവിധ ഏജൻസികളിലേക്ക് ഈ പരാതികളെല്ലാം തന്നെ ഒന്നിനു പുറകെ ഒന്നായിട്ട് എത്തിച്ചേരുന്നതായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളും രാഷ്ട്രീയമായ ഒറ്റപ്പെടലും ഒരുപോലെ നേരിടേണ്ടി വരുന്ന മുൻ മുഖ്യമന്ത്രിയുടെയും CPM-ൻ്റെയും വരും ദിവസങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ വഴിത്തിരിവുകൾക്ക് കാരണമായി മാറിയേക്കാം.